നിയമസഭയിലെ നന്ദിപ്രമേയ ചർച്ച ഇന്ന് പൂർത്തിയാകും. മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രിമാരും ചർച്ചയ്ക്ക് മറുപടി പറയും. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ സഹോദരി ഭർത്താവിനെ നിയമിച്ചതിൽ ഇന്ന് മറുപടി ഉണ്ടായേക്കും. ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി നടന്നില്ല എന്ന ആരോപണം പ്രതിപക്ഷം ഇന്ന് നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ഹൈക്കോടതിയിലെ ഗവൺമെന്റ് പ്ലീഡർമാരെ നിയമിക്കുന്നതിൽ ഇന്ന് മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കുകയും ചെയ്യും. വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ വൈദ്യുതി മന്ത്രിയുടെ സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചതിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. കോൺഗ്രസിനകത്തുനിന്ന് തന്നെ പ്രതികരണങ്ങൾ സൈബർ മേഖലയിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇതുവരെ മന്ത്രി ഒരു മറുപടിയായിട്ട് പറഞ്ഞിട്ടില്ല. ഇന്ന് സഭയിൽ ഒരു മറുപടി ഉണ്ടാവുമോ എന്നുള്ളതാണോ ഈ ദിവസത്തെ ഓൾമോസ്റ്റ് തീരാൻ പോവാണ് സഭയുടെ ഈ സീസൺ. അപ്പോൾ ഇന്നത്തെ ഒരു ആകാംക്ഷ അത് തന്നെ ആവില്ലേ വിനേഷ്? ഗുഡ് മോർണിംഗ്. എന്തായാലും മന്ത്രിസഭാ യോഗമാണ് ആദ്യം തുടങ്ങുന്നത്. 8 മണിക്ക്, കൃത്യം 8 മണിക്ക് തന്നെ മന്ത്രിസഭാ യോഗം തുടങ്ങി. മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമായും ഹൈക്കോടതിയിലേക്ക് ഗവൺമെൻറ് പ്ലീഡർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയുണ്ടാകും. കാരണം ഇപ്പോൾ പുതിയ ഗവൺമെൻറ് പ്ലീഡർമാരെ നിയമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിലുള്ള കേസുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്നുള്ള രീതിയിൽ ഒരു ചർച്ച എന്തായാലും ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മന്ത്രിസഭാ യോഗത്തിൽ ഇങ്ങനെയൊരു തീരുമാനമുണ്ടാകുക. ഒപ്പം തന്നെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യം മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമാവും. അതുപോലെ തന്നെ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കാനിരിക്കുന്ന ധവളപത്രത്തിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകും. അതിനുശേഷമായിരിക്കും 9 മണിയോടുകൂടിയാണ് നിയമസഭ ആരംഭിക്കുക. ഈ നിയമസഭയിൽ ഇന്ന് പ്രധാനമായും പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒന്നാണ് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിൻ്റെ ബന്ധുവിനെ നിയമനം നൽകിയതുമായി ബന്ധപ്പെട്ട്, പേഴ്സണൽ സ്റ്റാഫിൽ നിയമനം നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. ഇത് ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. എന്തായാലും ഭരണപക്ഷം ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളത് കാത്തിരുന്നു കാണണം. ഒപ്പം തന്നെ ധവളപത്രവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാവും. സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരിക്കും, ധനസ്ഥിതി എങ്ങനെ ഈ ഒരു അവസ്ഥ മറികടക്കാൻ കഴിയും, ഇതിലെ വരുമാനം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന, അതായത് കഴിഞ്ഞ 10 വർഷക്കാലം വന്നിരിക്കുന്ന ഫണ്ടുകൾ കൃത്യമായി, അതുപോലെ തന്നെ നികുതി പിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അതുപോലെ തന്നെ ഫണ്ട് വകമാറ്റിയിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള ചർച്ചകൾ ഈ നിയമസഭയിൽ ഉണ്ടാവും. എന്തായാലും മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിന് ശേഷം തന്നെ നിയമസഭാ യോഗം ആരംഭിക്കും. അതിൽ പ്രധാന അജണ്ട ധവളപത്രം ഇറക്കുക എന്നുള്ളത് തന്നെയാണ്. വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സഭ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായി മാറും. പ്രത്യേകിച്ചും ഇന്നലെ വന്നു ഈ ബന്ധു നിയമന വിഷയം, സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവ്. പക്ഷെ കാര്യമായ മറുപടി ഉണ്ടായില്ല. പക്ഷെ ഇന്നത് ഉണ്ടാകും, മിണ്ടാതെ കാണാത്തതുപോലെ ഈ ചില ട്രോളുകളിലൊക്കെ കാണില്ലേ, മരിച്ചതുപോലെ കിടക്കാം, ചത്തതുപോലെ കിടക്കാം എന്ന് പറയുന്ന പോലെയായിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്ന് ചിലപ്പോൾ അതിലൊരു മറുപടി ഉണ്ടാകുമെന്ന് കരുതാം. അതിന് മറുപടി ഉണ്ടാവണം. അദ്ദേഹം KPCC അധ്യക്ഷൻ കൂടാണ്. അപ്പോൾ ഇവർ പറയുന്ന പോലെ അദ്ദേഹം വലിയ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവൊക്കെ ആണെങ്കിൽ അത് മന്ത്രിക്ക് പറയാമല്ലോ. മന്ത്രിക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവിന് പേഴ്സണൽ സ്റ്റാഫിലേക്ക് ഉൾപ്പെടുത്തി എന്ന കാര്യം. ബന്ധു നിയമനത്തിനെതിരെ പ്രതിപക്ഷത്തിലേക്ക് വലിയ സമരങ്ങളൊക്കെ ഉയർത്തിയവരാണ് UDF. അപ്പോൾ സ്വാഭാവികമായും ഒരു മറുപടി കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.